മറ്റു വാർത്തകളിലേക്ക്. മുന്നണി പ്രവേശനം ചർച്ചയിലില്ലെന്ന് പറയുമ്പോഴും UDF-മായി ചർച്ച നടത്തി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി. UDF നേതൃത്വവുമായി അനൗപചാരിക ചർച്ചകൾ നടന്നുവെന്ന് CK ജാനു വ്യക്തമാക്കി. ജനാധിപത്യ മര്യാദകൾ പാലിച്ച് പാർട്ടിയെ പരിഗണിക്കുകയും പൊതു മിനിമം പൊളിറ്റിക്കൽ പരിപാടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്താൽ സഹകരണം ആലോചിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറുകയാണ് ലക്ഷ്യമെന്നും CK ജാനു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇടതിലേക്ക് വലതിലേക്ക് എന്നുള്ള ഒരു തീരുമാനം പാർട്ടി എന്നുള്ള നിലയിൽ നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ നമ്മളുടെ കാര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു ജനാധിപത്യ മര്യാദയോടുകൂടിയുള്ള ഒരു സ്വീകാര്യത ഉണ്ടാവുന്ന ഒരു ചർച്ച വന്നാൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ചർച്ചയ്ക്കിരിക്കുകയും ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ കേരളത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ, ഇപ്പോൾ വേറെ വേറെയുള്ള ഗ്രൂപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ UDF-ൻ്റെ ഒപ്പം നിൽക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട്. അവരൊക്കെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീടുകളിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളെ വിളിക്കുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. ഒപ്പം ഈ ചർച്ചയെ സംബന്ധിച്ചുള്ള വാർത്തകളെ നിഷേധിച്ചുകൊണ്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ രതീഷ്, ഇതിപ്പോൾ അനൗപചാരിക ചർച്ചകൾ എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്നാണോ? എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ? ഹർഷൻ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് CK ജാനു വ്യക്തമാക്കുന്നത്. കാരണം ഒരു ഔദ്യോഗികമായ സ്വഭാവത്തോടെ UDF നേതാക്കൾ ഈ മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടില്ല എന്ന് CK ജാനു പറയുമ്പോൾ തന്നെ അനൌദ്യോഗികമായി നിരവധി ചർച്ചകൾ നടന്നു UDF-ലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്നും കൂടെ ജാനു വ്യക്തമാക്കുന്നുണ്ട്. JSS ഉൾപ്പെടെയുള്ള RNP ഉൾപ്പെടെയുള്ള പാർട്ടികൾ തന്നെ, അതിന്റെ നേതാക്കൾ തന്നെ അനൗപചാരിക ചർച്ച നടത്തി. അതുമാത്രമല്ല, മറ്റ് സംസ്ഥാനത്തെ വിവിധ ഗ്രൂപ്പുകൾ, ദളിത്, പിന്നാക്ക, ന്യൂനപക്ഷ ഗ്രൂപ്പുകളൊക്കെ തന്നെ JRP-യുമായി സഹകരിക്കാൻ തയ്യാറായി എന്ന് തന്നെ CK ജാനു വ്യക്തമാക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഒരു നിർണായക സമ്മർദ്ദ ശക്തിയാവുക ഈ ഗോത്ര വിഭാഗത്തിനൊക്കെ വലിയ മേൽക്കൈയുള്ള മേഖലകളിൽ എന്ന് തന്നെയാണ് CK. ഇതൊരു വിലപേശൽ തന്ത്രമായി ചിലർ പറയുന്നുണ്ട്. എന്നാലും UDF പക്ഷത്തേക്ക് തന്നെയാണ് CK ജാനുവിന്റെ ചർച്ച നീങ്ങുന്നത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു ഘട്ടത്തിലും പൂർണ്ണമായും UDF-നെ തള്ളിപ്പറയുന്ന ഒരു നിലപാട് CK ജാനു സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചുള്ള പ്രവേശനം CK ജാനുവിന് അല്ലെങ്കിൽ CK ജാനുവിന്റെ പാർട്ടിക്ക് ഉൾപ്പെടെ UDF സ്വീകരിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂവിതരണവുമായി ബന്ധപ്പെട്ട് തന്നെ UDF ആണ് ഗോത്ര വിഭാഗങ്ങൾക്ക് ഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട നല്ല ഒരു നിലപാടെടുത്തതെന്ന് CK ജാനു കഴിഞ്ഞ ദിവസം പോലും വ്യക്തമാക്കുകയുണ്ടായി. അതിന്റെ ഒക്കെ സൂചന UDF-ലേക്കുള്ള പോക്കിനുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകളും അനൌദ്യോഗിക ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായ ഒരു ചർച്ച മാത്രമാണ് UDF പ്രവേശനത്തിൽ നിന്നാണ് CK ജാനുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതേസമയം CK ജാനുവും UDF-വുമായി ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് കൺവീനർ അടൂർ പ്രകാശ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു.